ഹായ് ഫ്രണ്ട്സ്, ക്ലിൻസിക്കിന്റെ പുതിയൊരു വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് എൻസ്കേലിലാണ്. ഏകദേശം ഒരു 85 മൈലാണ് നമുക്ക് ദൂരമുള്ളത്. നമ്മൾ ഇന്ന് പോയി എൻസ്കേലിൽ പോയി നമ്മൾ സ്റ്റേ ചെയ്യും. നമ്മൾ എൻസ്കേലിൽ പോകുന്ന വഴി നമ്മൾ ഫസ്റ്റ് ഓക്സ്ഫോർഡ് ഐലൻഡിലേക്ക് കയറും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തേക്കുള്ള ഫുഡും സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പോകുന്നത്. ഓക്സ്ഫോർഡ് ഒരു നേച്ചർ റിസർവ് ആണ്. അവിടെ കുറച്ച് സാധനം നമുക്ക് കാണാൻ വേണ്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നൈറ്റ് പോഡിലാണ് നമ്മൾ എൻസ്കേലിൽ നിന്നിട്ട് സ്റ്റേ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ നാളെ രാവിലെ ഒരു ഫോറസ്റ്റ് സഫാരികളെ കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ചു വരിക. അപ്പൊ നമ്മൾ 15 പേർ ഒരു ഗ്രൂപ്പായിട്ട് 3 വണ്ടികളാണ് ഇവിടെ യാത്ര ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മുടെ മീറ്റിംഗ് പോയിന്റ് ഓക്സ്ഫോർഡ് ഐലൻഡ് ആണ്. ഓക്സ്ഫോർഡ് ഐലൻഡ് ഇവിടുന്ന് ഏകദേശം 27 മൈലാണുള്ളത്. അതിനുശേഷം ആണ് നമ്മൾ അവിടുന്ന് ഏകദേശം ഒരു 60 മൈലോളം ട്രാവൽ ചെയ്താണ് നമ്മൾ എൻസ്കേലിൽ നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് എത്തത്തുള്ളൂ. ഈ ഓക്സ്ഫോർഡ് ഐലൻഡ് നേച്ചർ റിസർവ് എന്നൊരു അടിപൊളി സ്ഥലമാണ്. അവിടെ നമുക്ക് ധാരാളം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ആക്ടിവിറ്റീസ് ഉണ്ട്. ബോട്ടിംഗ് ഉണ്ട്, അതുപോലെ നമുക്ക് ധാരാളം ഫോറസ്റ്റ് വാക്കിംഗ് ട്രെയിൽസുകളുണ്ട്, അതുപോലെ ഫിഷിംഗ് പോയിന്റുകളുണ്ട്. നമുക്ക് ശരിക്കും ഒരു 1 ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ്. പക്ഷെ ഇന്ന് നമ്മളത് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് മെയിൻ പോയിന്റുകൾക്ക് വിസിറ്റ് ചെയ്ത് നമ്മൾ നേരെ എൻസ്കേലിൽ പോകണം. കാരണം നമുക്ക് 3 മണിക്ക് അവിടെ ചെക്ക് ഇൻ ചെയ്യണം. കാരണം ഈ ഓക്സ്ഫോർഡ് ഐലൻഡിൽ നിന്ന് ഏകദേശം 60 മൈലോളം ദൂരമുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഏകദേശം നമുക്ക് 1 മണിക്കൂർ മേളിൽ നമുക്ക് ഡ്രൈവ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ നേരെ മെയിൻ സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്ത് നമ്മൾ നേരെ എൻസ്കേലിലേക്ക് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത്. നമ്മളങ്ങനെ ഉടനെ തന്നെ ഓക്സ്ഫോർഡ് ഐലൻഡിൽ എത്തിച്ചേരുന്നതാണ് കേട്ടോ. നമ്മളങ്ങനെ ഓക്സ്ഫോർഡ് ഐലൻഡിലേക്ക് കയറാൻ പോവുകയാണ്. നമ്മൾ ഇത്ര നേരം വന്നതിന് വളരെ വ്യത്യസ്തമായിട്ട് എത്ര മനോഹരമായിട്ടാണ് മരങ്ങളൊക്കെ നിൽക്കുന്നത്. ഫുള്ളൊരു നല്ലൊരു ഓട്ടം സീസണിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. ശരിക്കും നമുക്ക് ഓട്ടം സീസൺ കഴിയാതെ എന്നാലും നമുക്ക് ഫുൾ ആ ഇലകളൊക്കെ മഞ്ഞ കളർ ഇലകളൊക്കെ നമുക്ക് ഇവിടെ ധാരാളം കാണാം. ഇഷ്ടംപോലെ മരങ്ങളൊക്കെ നമുക്ക് കാണാം. വളരെ വ്യത്യസ്തമായ നല്ലൊരു ഫീലിംഗ് ആണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. ഇവിടെ കയറി വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ റോഡിന്റെ ഇരുവശങ്ങളിൽ നമുക്ക് ഇഷ്ടംപോലെ ഇലകൾ, പല കളറിലുള്ള ഇലകളും മരങ്ങളും ഒക്കെ നമുക്ക് നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് കുറച്ചും കൂടെ ഇതൊരു കുറെ ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് മുന്നോട്ട് പോയി നോക്കാം. നമുക്കിപ്പോൾ കുറച്ചും കൂടെ കൂടുതൽ മഞ്ഞ കളറിലുള്ള മരങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ചും കൂടെ മുന്നോട്ട് പോയാൽ നമുക്ക് ഇതിൽ നല്ല കാശ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഇതുണ്ടോ, ആൾക്കാരൊക്കെ ഇതുവഴി സൈക്കിളൊക്കെ ചവിട്ടി വരുന്നവ കാണാൻ കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ കുറേ നേരമായിട്ട് ഇങ്ങനെ ഒരു സ്പോട്ട് തപ്പി വരുമായിരുന്നു. ശരിക്കും നമ്മളൊരു ഓട്ടം സീസണിൽ നമ്മൾ ഫോട്ടോസിലൊക്കെ കാണുന്ന പോലെയുള്ള ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ നമ്മൾ വന്ന് നിൽക്കുന്നത്. ഇതുവരെ നമുക്ക് അകത്തോട്ട് നടന്നു പോകാം, പക്ഷെ നമ്മൾ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ നടന്നു പോകുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിവിടെ ശരിക്കും ഒരു ബേർഡ് വാച്ച് സെന്റർ ഉണ്ട്, ഒരു സ്പോട്ട് ഉണ്ട്. നമ്മളിനി അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ. നമ്മളങ്ങനെ ബേർഡ് വാച്ചിങ് സെന്ററിൽ നമ്മൾ വണ്ടി നിർത്തിയിരിക്കുകയാണ്. നമുക്ക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പക്ഷികളുടെ സൗണ്ട് കേൾക്കാൻ സാധിക്കും. നമുക്ക് ഇതുവഴി നടക്കാൻ പറ്റിയ ഇഷ്ടംപോലെ ട്രെയിലുകളുണ്ട്. ശരിക്കും ഈ ഒരു മെയിൻ റോഡ് അകത്ത് നമ്മൾ കയറി കഴിഞ്ഞുണ്ടോ, ഇങ്ങനെയായിരിക്കും നമ്മൾ കാഴ്ചകൾ കാണുക. നല്ല അടിപൊളി രസമാണ്. ഈ ഇലകളൊക്കെ വീണിട്ടുണ്ടോ, ആൾക്കാർ ഇഷ്ടംപോലെയൊക്കെ ഇതുവഴി നടന്നു വരുന്നുണ്ട്. ഫുള്ള് മഞ്ഞ കളറിലാണ് കേട്ടോ. നമ്മുടെ നില ഫുള്ള് ഇലകൾ കൊണ്ട് മഞ്ഞ കളറാണ്. നമ്മുടെ മരത്തിലാണെങ്കിൽ കുറച്ച് ഇലകളൊക്കെ ഉള്ളൂ. ശരിക്കും ഓട്ടോ സീസൺ കഴിയാറായി. കുറച്ച് നമ്മൾ നേരത്തെ വരുമായിരുന്നെങ്കിൽ ഈ മരങ്ങളൊക്കെ ഫുള്ള് മഞ്ഞ കളർ നിൽക്കുന്ന നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. നമ്മളിങ്ങനെ നടന്ന് കുറേ ദൂരം നടന്നു വന്നു. ഇവിടെ കണ്ടോ കുറച്ചുകൂടെയൊക്കെ ഇതൊക്കെ ഓരോ മെഡോസ് ഒക്കെയാണ്. അതുകൊണ്ട് നമുക്ക് ഇതുണ്ട് ഇരിക്കാനുള്ള ചെയറൊക്കെ നമുക്ക് ഇങ്ങനെ നടക്കുന്ന വഴിൻ്റെ സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ റൈസൈ കൊടുത്തേക്കുന്ന ഇവിടുത്തെ മാപ്പാണ് കേട്ടോ. ഈ ഫുള്ള് ഈ ഓക്സ്ഫോർഡ് ഐലൻഡിൻ്റെ മാപ്പാണ് നമുക്ക് കാണുന്നുണ്ട്. പിന്നെ നമുക്ക് എല്ലാ ഡീറ്റെയിൽസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുണ്ട്, ഇതൊക്കെ ഈ പക്ഷികൾക്കായിട്ടുള്ള തീറ്റ വെച്ചിരിക്കുന്നതാണ്. ഇതുണ്ട്, അതുപോലെ മരങ്ങളൊക്കെ എടുക്കണം പറ്റും. ഇങ്ങനെ ഉണ്ട പോലെ ഉരുട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം പക്ഷികളുടെ തീറ്റയാണ്. നമ്മളങ്ങനെ തിരിച്ചിനിപ്പോൾ വണ്ടിയെ നമ്മൾ കയറാൻ വേണ്ടി പോവാണ്. നമ്മൾ വന്നപ്പോൾ തൊട്ട് ഇവിടെ 2 പേര് ഇതുണ്ടോ, ഈ ബേഡിൻ്റെ ഫോട്ടോഗ്രാഫി എടുക്കണമെങ്കിൽ കണ്ടോ കുറേ വെയിറ്റ് നിൽക്കുന്നുണ്ടോ. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് ഇവിടെ ഒരു ജെട്ടി ഉണ്ട്, ഓക്സ്ഫോർഡ് ഐലൻഡിന് ഒരു ജെട്ടി ഉണ്ട്. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഇനി വാട്ടറിൻ്റെ കുറേ സീനറി സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നമ്മളങ്ങനെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തു. നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ കണ്ടോ കടലിൻ്റെ കാഴ്ചയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം. അതുപോലെ ഇവിടെ ഒരു ജെട്ടി ഉണ്ട് കേട്ടോ, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അതുപോലെ നമ്മുടെ ഇതുണ്ട് പാർക്കിനടുത്ത് തന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള പാർക്കും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു മെഡോസ് ആണ് കേട്ടോ. ഇതിൻ്റെ അടുത്തൊരു ഡിസ്കവറി സെന്ററും ഉണ്ട്. നമ്മുടെ ഒരു ബോട്ടിംഗ് ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഇതുണ്ടോ ശരിക്കും നമ്മുടെ കടലും ആകാശവും കൂടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റിയ രീതിയിലാണ് കിടക്കുന്നത്. നമ്മൾ എവിടെ നോക്കിയാൽ നല്ല അടിപൊളി സീനറി ഉണ്ട് കാണാൻ പറ്റുന്നത്. ഇഷ്ടംപോലെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. അതുപോലെ നമുക്ക് ഇവിടെ ധാരാളം താറാവുകളെ കാണാൻ കേട്ടോ. ഇവിടെ കണ്ടോ ഇഷ്ടംപോലെ താറാവുകളുണ്ട് ഈ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ നീന്തി തുടിച്ച് നടക്കുന്നത്. ഇവിടെ നമുക്ക് ഇതുപോലെ കല്ലുകൾ കിടക്കുന്നത് കൊണ്ട് നമുക്ക് ഇതിന് സൈഡിൽ ഇറങ്ങാം. സേഫ് ആണ്, പ്രശ്നമൊന്നുമില്ല. അങ്ങനെ നമ്മളോട് ഉണ്ടായിരുന്ന ബാക്കി ആൾക്കാരൊക്കെ എത്തി. നമ്മൾ പാർക്കിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. ഇനി നമ്മൾ അടുത്ത് പോകുന്നത് നമ്മളൊരു ഫിഷിംഗ് പോയിന്റ് ഉണ്ട് കേട്ടോ. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. നമ്മൾ എവിടെ നോക്കിയാലും നല്ല അടിപൊളി സീനറിയാണ് ഇവിടെ കാണുന്നത്. നല്ല തടിപ്പാലങ്ങളും അതുപോലെ നല്ല പച്ചപ്പും വെള്ളവും നല്ല അടിപൊളി രസമാണ് കേട്ടോ ഇവിടെ എല്ലാം കാണാൻ വേണ്ടിയിട്ട്. നല്ല അതിമനോഹരമായ ഒരു സ്ഥലത്തൂരുണ്ട് നമ്മൾ നടന്നു നോക്കണേ. കറക്റ്റാണ് നമ്മൾ ആ നടക്കാനുള്ള ഭാഗം മാത്രം ഇവരിങ്ങനെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇങ്ങനെ ഫുള്ള് മെഡോസ് ആണ്. ഇപ്പം നമ്മൾ ഈ നടന്നെത്തുന്ന ഒരു ഫിഷിംഗ് പോയിന്റ് ആണ് കേട്ടോ. ഇതിങ്ങനെ കടലിലേക്ക് തടി കൊണ്ട് നീളത്തിൽ തീർത്തൊരു പാലമാണ്.
ശരിക്കും നമുക്ക് ഇവിടെ നിന്നിട്ട് നമുക്ക് ഇഷ്ടംപോലെ മീൻ പിടിക്കാം. അങ്ങനെ ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. നമ്മൾ ഇവിടെ കാണുന്ന പാലങ്ങളെല്ലാം തടി കൊണ്ട് തീർത്താണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ശരിക്കും ഒരു നേച്ചർ റിസർവിന് ചേർന്ന് നിൽക്കുന്ന സ്ട്രക്ചേഴ്സ് ഒക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അങ്ങ് അകലെ ഒരു അരണ്യം കണ്ടോ, നീന്തി ഒരു നമുക്ക് കാണാം കേട്ടോ. അവിടെ നമുക്കൊരു ഒബ്സർവേഷൻ സെന്റർ കാണാം, പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, അത് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. ഇവിടെ ശരിക്കും നമുക്ക് ബോട്ട് സഫാരി ഒക്കെ ഉണ്ട്, നമുക്ക് സമയത്ത് നമ്മൾ പോകുന്നില്ല. ഇതൊക്കെ ശരിക്കും ഫിഷിംഗ് ബോട്ടുകളുണ്ട്, മീൻ പിടിക്കാൻ വേണ്ടി ആൾക്കാർ നടക്കുന്നതാണ് ബോട്ടിൽ. അങ്ങനെ നമ്മൾ ഓക്സ്ഫോർഡ് ഐലൻഡിനോട് വിട പറയുകയാണ്. ഇനി നമ്മൾ നേരെ എൻസ്കേലിലേക്കാണ് പോകുന്നത്. അപ്പൊ നമ്മൾ എൻസ്കേലിന് വിശേഷം നമുക്ക് അടുത്ത വീഡിയോ കണ്ടുമുട്ടാം. അതുവരെ സ്റ്റേ ട്യൂൺ വിത്ത് ക്ലീൻസ് ടെക്.